ഇവർക്കിടെ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് സാലിഹ ഫാത്തിമ എന്ന് പറയുന്ന പുല്ലൂരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അവർ ഏകദേശം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ചാനലാണ് അവരുടെ. പക്ഷേ ഈയിടെ അവർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ, അതായത് എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അതിനെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായം പറഞ്ഞ് ലാസ്റ്റ് വീഡിയോ അതാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് അവിടെ സെന്റ് തോമസ് സ്കൂളിൽ ജാതിമത ഭേദം ഉണ്ട് എന്ന് ആണ് ആദ്യം പറഞ്ഞ അതിൽ എനിക്ക് അത് കിട്ടിയത്. അപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല. അവിടെ ഓണം ആണെങ്കിൽ നന്നായിട്ട് ഓണം ആഘോഷിക്കാറുണ്ട്. അങ്ങനെ തന്നെ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഒരു മതഭേദമുള്ള ഒരു സ്കൂളാണെന്ന് ഇത്രയും വർഷം തൊട്ടേ അവിടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളാൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മോശമായിട്ട് അഭിപ്രായം എന്ന് പറയുന്നത് കുട്ടികൾ മലയാളം ഒരു പാരഗ്രാഫ് നന്നായിട്ട് എഴുതാൻ കുട്ടികൾക്ക് അറിയത്തില്ല. അങ്ങനെ തന്നെ ഇംഗ്ലീഷ് എന്തെങ്കിലും പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ സബ്ജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പാരഗ്രാഫ് കൃത്യമായിട്ട് എഴുതാൻ അറിയത്തില്ല എന്നൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത്. പക്ഷെ എനിക്കത് എന്നോട് ഒരു വിയോജിപ്പുണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ എന്റെ ഇളയ മകൾ UKG പഠിക്കുന്നത്. സത്യത്തിൽ അവൾ LKG പഠിക്കേണ്ടത്. അവൾ പഠിക്കുന്നത് UKG. അവൾ ഒരു 6 മാസം മുൻപ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഒരു 6 മാസം മുൻപ് അവളെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾ LKG പഠിക്കുന്ന സമയത്ത് അവളെ UKG അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ഇതിന്റെ പുറകിലുള്ള ടീച്ചേഴ്സ് ചെയ്തതുകൊണ്ട് തന്നെയാണ് അവൾ നന്നായിട്ട് ഇപ്പോൾ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ മൂത്ത മകളും നന്നായിട്ട് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് മാക്സിമം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളും നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നാച്ചുറലി അവർ ബാക്കിലോട്ടായി പോകും. പിന്നെ സ്കൂളിനെ മാത്രം മോശമായിട്ട് പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു കൂട്ടം ടീച്ചേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെയൊക്കെ ശാപം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ അനാവശ്യമായ വീഡിയോസ് ഒക്കെ ഇടുന്നത് നല്ല കാര്യമാണ്. അതിനോട് ഒരു യോജിപ്പും എനിക്കില്ല. പിന്നെ ഒരു CBSE സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? കുട്ടികൾ നന്നായിട്ട് പഠിച്ചു പോകട്ടെ. ഒരു നല്ലൊരു തുക നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏത് സ്കൂളിലാണെങ്കിലും CBSE ആണെങ്കിൽ നമ്മൾ ഒരു തുക കൊടുക്കേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആണല്ലോ അവരുടെ കുട്ടികളെ അവർ ഈ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പോൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് വരെ ഇല്ലാത്ത അഭിപ്രായം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്കൂൾ കൊള്ളത്തില്ല, സ്കൂളിന്റെ ടീച്ചേഴ്സ് കൊള്ളത്തില്ല, കുട്ടികൾക്ക് മലയാളം നന്നായിട്ട് എഴുതാൻ അറിയില്ല, എന്റെ കുട്ടി പെറ്റായിരിക്കണമെന്ന് ഒരു ഫീലിംഗ് അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത്. ബാക്കി കുറച്ച് പേരൻസ് ഉണ്ട്, ആ പേരൻസിന്റെ കുട്ടികളും ആ പേരൻസും വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിൽ കുട്ടികൾ പഠിക്കാനാണ് വരുന്നത്. അവിടെ എന്റെ കുട്ടികളുടെ മാനേജറോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ മടിയിൽ വെച്ച് ഉമ്മ വെക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളവളല്ല ഞാൻ. അങ്ങനെ ആണ് എല്ലാ പേരൻസും. കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വളർന്നു പോകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അല്ലാതെ അവിടെ സ്കൂളിൽ എന്റെ കൊച്ചിനെ താലോലിച്ചുകൊണ്ട് നടക്കണം എന്ന് ഒരു അഭിപ്രായം മനസ്സിൽ വെക്കരുത്. അത് തെറ്റായ ധാരണയാണ്. അപ്പൊ ഞാനൊരു വലിയൊരു യൂട്യൂബറാണ്, എന്റെ കുട്ടിയെ വലിയ കാര്യമായിട്ട് എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് കുറച്ച് പേരൻസിനെ കാര്യമായിട്ട് എടുക്കുന്നു, കുറച്ച് പേരൻസിന്റെ കുട്ടികളെ വലിയ കാര്യത്തിൽ കൊണ്ടു നടക്കുന്നു.